സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അസോസിയേഷൻകാർ പ്രിയങ്കേനെയും സുകുമാരിയമ്മയും പട്ടണി കിട്ടതിനെക്കുറിച്ച് കണിമംഗലത്തുള്ളവരോട് ചോദ്യം ചെയ്യുവാണ്. സത്യം പറയാലോ, നിങ്ങളെപ്പോലെ ഇത്ര അന്തസ്സും അഭിമാനമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിലൊരു പരാതി ഞങ്ങളുടെ അരികിലേക്ക് വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അന്നേരം വരുൺ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ ഈ അസോസിയേഷൻകാർ എന്ന് മുതൽ ഓരോ കുടുംബത്തിലും കയറി ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുന്നതും പരിഹരിക്കുകയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ അസോസിയേഷൻകാരുടെ ഉത്തരവാദിത്തമാണോ? അന്നേരം വക്കീൽ പറയുവാണ്, അത് പിന്നെ വരുൺ, ഞങ്ങളുടെ അസോസിയേഷനിലേക്ക് രണ്ടുപേര് വിളിച്ച് അവരെ പട്ടിണിക്കിട്ട് വീട്ടുകാർ ഉപദ്രവിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അത് നിയമപരമായി വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്തരമൊരു അനീതി നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത് കണ്ടിട്ടും നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് കാരണോ കാര്യം എന്താണെന്ന് സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞ് അന്വേഷിച്ച് വെക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. എന്താ പരമേശ്വരൻ സാറേ, ആ പരാതിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അന്നേരം പരമേശ്വരൻ പറയണേ, അവർ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഇവിടെയുള്ള വീട്ടുകാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും അവർ മായം കലർത്താൻ ശ്രമിച്ചു. അങ്ങനെ പരിധി വിട്ട സമയത്ത് അവർക്കൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞതും. എന്നാലും പരമേശ്വരൻ സാറേ, നിങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു നീചമായിട്ടൊരു പ്രവർത്തനം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിലും കണിമംഗലം കുടുംബത്തിലേക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് കൈ നീട്ടി ആരെങ്കിലും വന്നാൽ നിങ്ങളവരെ വെറും കൈയോടെ പറഞ്ഞേക്കാറില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ വീട്ടിലുള്ളവർ തന്നെ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ അവർക്ക് നേരെ മുഖത്തിരിക്കുക എന്ന് പറഞ്ഞാൽ. അന്നേരം രാധിക പറയണേ, സാറേ, നിങ്ങൾക്കറിയാത്തതുകൊണ്ടാ ഈ പറയുന്ന ആ പരാതി തന്ന രണ്ടുപേരുണ്ടല്ലോ, അത് എൻ്റെ മുത്തശ്ശിയും അനുജത്തിയുമാണ്. അവർ ഈ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. ഒരു നിമിഷം പോലും അവർ ഞങ്ങൾക്ക് സമാധാനം തന്നിട്ടില്ല. ഈ കുടുംബത്തിലുള്ളവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ ആ രീതിയിലൊക്കെ ദ്രോഹിക്കാൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. അന്നേരം പത്മിനിയും പറയുന്നുണ്ട്, അതെ സാറേ, അവർ വന്ന് കയറിയത് തന്നെ ഈ കുടുംബം എങ്ങനെ തകർക്കാൻ വേണ്ടി, എങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടുമാണ് പല കെട്ടുകഥകളും നടത്തി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം തകർക്കാൻ വരെ അവർ ശ്രമിച്ചു. സഹികെട്ടിട്ടാണ് ഇങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തു പോയത്. അന്നേരം ആ വക്കീൽ പറയണേ, നിങ്ങൾക്ക് പറയാനായിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള പല ന്യായങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരു സീനിയർ സിറ്റിസനെയും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു പെൺകുട്ടിയുമാണ് നിങ്ങളെ പട്ടിണി കിട്ടിയിരിക്കുന്നത്. അത് വളരെ വലിയൊരു തെറ്റാണ്. ഈ സമയം ജയഭാരതി പറയണേ, അല്ല, നിങ്ങൾ ഈ അസോസിയേഷനിലുള്ളവർക്ക് ഇത് ഇത്ര വലിയ പ്രശ്നമായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ആര് പറഞ്ഞിട്ടാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അന്നേരം പരമേശ്വരൻ പറയണേ, വക്കീലെ, നിങ്ങളും ആ സിയെയും അടുത്ത കൂട്ടുകാരാണെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പേരിൽ അയാളും ആ സ്ത്രീയൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണ് ഇപ്പം നിങ്ങളിങ്ങോട്ടേക്ക് ചാടിത്തുള്ളി വന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അന്നേരം ആ വക്കീൽ ചോദിക്കുന്നുണ്ട്, അല്ല, ഈ പരാതി തന്ന രണ്ടുപേരുണ്ടല്ലോ, അവരിവിടെ നിന്ന് ഇറക്കി വിട്ടോ? ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയും പറയണേ, എടി, നമ്മളെവിടെ അന്വേഷിക്കുന്നത്, വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അയ്യോ എൻ്റെ സാറേ, ഞങ്ങളിവിടെ തന്നെയുണ്ട്, വിശന്നിട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടി ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുക സാറേ. 2 ദിവസം എന്തെങ്കിലും കഴിച്ചിട്ട് ശരീരമൊക്കെ തളരുന്ന പോലെയാണ്. എൻ്റെ കാര്യം നോക്കണ്ട, ഈ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കൊച്ച് വാഴ തുറന്ന വിശക്കുന്നേ, കഴിക്കാൻ എന്തെങ്കിലും വേണമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ കൊച്ചിനെ എത്ര നേരവും ഞാൻ പിടിച്ചു നിർത്തുക? എല്ലാത്തിനും ഒരു പരിധിയില്ലേ സാറേ? ഈ കുടുംബം കാണിക്കുന്ന ഈ ക്രൂരതയോട് നിങ്ങളെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ച് ഞങ്ങൾക്കൊരു നീതി വാങ്ങിത്താ. മുത്തശ്ശി വിശക്കുന്നു എന്ന് പറഞ്ഞ് പ്രിയങ്ക കരയുക. അന്നേരം സുകുമാരി പറയണേ, ഇത് കണ്ടില്ലേ കൊച്ചിൻ്റെ കരച്ചിൽ, പാവം എൻ്റെ കുട്ടി. ഇവരെ ഞങ്ങളെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കണം, അത് മാത്രം ഇവരുടെ ലക്ഷ്യം. അന്നേരം രാധിക പറയണേ, ദേ മുത്തശ്ശി, ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. എന്തില്ലാത്ത കാര്യങ്ങൾ? ദേ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ ഞങ്ങളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഞങ്ങളുടെ വയറ്റിൽ ഒന്നുമില്ല, ഭക്ഷണത്തിനൊരു അംശം പോലുമില്ല. അന്നേരം ആ വക്കീൽ ചോദിക്കണേ, പരമേശ്വരൻ സാറേ, ഇതൊക്കെ ഇതിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഒന്നുമില്ലെങ്കിലും വരണാദ്യമായിട്ട് ഔദ്യോഗികമായി താലി കെട്ടിയത് പ്രിയങ്കയുടെ കഴുത്തിലല്ലേ? അതിനുശേഷം വിവാഹമോചനം നടത്തിയിട്ടുമില്ല. അതിനുശേഷമല്ലേ രാധികയുടെ കഴുത്തിൽ താലി കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് പ്രിയങ്കയുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ ഇവരൊന്നിച്ച് ജീവിക്കുന്നതും? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ കുട്ടിയോട് കാണിക്കുന്നൊരു നീതികേട് തന്നെയല്ലേ? അന്നേരം ജയഭാരതി പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇവിടെയുള്ള ഈ പ്രശ്നത്തിന് ഞങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തിയോളാം. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരമായാൽ മതി. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുവാണ്. അങ്ങനെ പറഞ്ഞ് അവരിറങ്ങാൻ നിൽക്കുമായിരിക്കും. ഈ സമയം വരുൺ പറയണേ, അത് ഒന്ന് നിന്നേ. അല്ല, ഈ അസോസിയേഷനിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള പല പല കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടോ? ഓരോ വീടുകളിലും കയറി ചെന്ന് അവിടെ നടക്കുന്ന ന്യായവും ധർമ്മമൊക്കെ അന്വേഷിക്കാൻ. അല്ല, ഞങ്ങളിതുവരെ നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. ഇതുപോലെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് പരിഹാരം കൽപ്പിക്കാനും നോക്കിയിട്ടുമില്ല. വക്കീൽ സാറിൻ്റെ മൂത്ത മോനാണോ ഇളയ മോനാണോ എന്നറിയില്ല, ആരോ ഒരാൾ ലഹരിമരുന്ന് കേസിൽ പിടിയിലല്ലേ? ആ കാര്യം ചോദിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ കൂടെ നിൽക്കുന്ന ഇയാളുടെ മോനും കൊലപാതക കേസിലെ പ്രതിയായിട്ട് പോലീസ് അന്വേഷിക്കുവാണെന്നാണ് അറിഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇത്ര വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും ചോദിക്കാനോ ചിക്കി അന്വേഷിക്കാനോ ഞങ്ങൾ ആരും വരാറില്ലല്ലോ.
അന്നേരം വരണ്ട ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവരാകെ അന്ന് ഉത്തരമിട്ട് ഉയർക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുവാണ് കേട്ടോ. ഈ സമയം സുകുമാരിയമ്മ പറയണേ, കണ്ടില്ലേ ഞങ്ങളോട് കളിച്ച എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലായല്ലോ. ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാലുണ്ടല്ലോ. ഇപ്പം വന്നത് അസോസിയേഷൻകാരാ, ഇനി വരാൻ പോകുന്നത് പോലീസുകാരായിരിക്കും. അങ്ങ് മുകളിൽ വരെ ഞങ്ങളുടെ പരാതി എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലീസുകാർ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാത്തിനെയും പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യിക്കും. മര്യാദക്ക് നിന്ന് ഞങ്ങളും മര്യാദക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ നാണം കിട്ടി തലയും തഴച്ച് നിൽക്കേണ്ടി വരും. അന്നേരം രാധിക ചോദിക്കണേ, മുത്തശ്ശി നിങ്ങൾക്ക് നാണമില്ലേ? മനഃപൂർവ്വം കച്ചവിട്ട് ഇറങ്ങിയിരിക്കുവാണല്ലേ. ഈ സമയം വരുൺ പറയണേ, ഇവരോടൊക്കെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്നും പറഞ്ഞാൽ വരുൺ ചാടിത്തുള്ളി വരുവാണ്. അന്നേരം രാധിക വരുണിനെ പിടിച്ചു നിർത്തി ആശ്വസിപ്പിക്കുവാണ്. ഈ സമയം ജയഭാരതി അമ്മ പറയണേ, എടാ വരണേ, ഇനിയായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും പോകണ്ട. നാട്ടുകാർ മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുമല്ലേ, എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, എന്ത് ഭക്ഷണം വേണമെങ്കിലും എടുത്ത് കഴിക്കട്ടെ. അങ്ങനെ സുകുമാരിയും പ്രിയങ്കയും അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, ഓരോ ദിവസം കഴിയുന്തോറും നാണക്കേട് കാരണം തല വീണ്ടും വീണ്ടും കൂടുതൽ കുനിച്ച് നടക്കേണ്ട അവസ്ഥയിലാണല്ലോ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണിമംഗലം കുടുംബത്തെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഈ നാട്ടിൽ ആരാ ഇല്ലാത്തത്? ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പരമേശ്വരൻ സങ്കടത്തോടെ അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തി മുത്തശ്ശിയും പ്രിയങ്കയും സന്തോഷം പങ്കുവെക്കുവാണ്. എൻ്റെ മുത്തശ്ശി അസോസിയേഷൻകാരൊക്കെ വന്ന് ചോദ്യം ചെയ്തപ്പോഴുണ്ടല്ലോ ഒക്കത്തിൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. നാണം കെട്ടാകെ വളരെ വെളുത്ത് നിൽക്കുമായിരുന്നു. അതിടി മോളെ, സത്യം പറഞ്ഞാൽ ഇത് ഇത്ര വലിയ പ്രശ്നമായി മാറുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഒന്നിനും മറുത്തൊന്നും പറയാനാവാതെ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വന്നില്ലേ? എന്താണെങ്കിലും ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാണിക്കാം, ആരും ചോദ്യം ചെയ്യാൻ വരില്ല. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, അല്ല മുത്തശ്ശി, ഇനി ഇതിൻ്റെ പേരിൽ ഇവരെല്ലാവരും കൂടി നമ്മളോട് പകരം വിട്ടാൽ വരുമോ? വരട്ടേടി, ചോദിക്കാനുള്ളവരൊക്കെ വന്ന് ചോദിക്കട്ടെ. വരുൺ വരട്ടെ, രാധിക വരട്ടെ, ജയഭാരതി വരട്ടെ, എല്ലാവരും വരട്ടെ. പറ്റുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരെ പ്രകോപിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നോ രണ്ട് തല്ലുകൂടി വാങ്ങിക്കണം. എന്തിന്? എടി, നമ്മുടെ ദേഹത്ത് അവരെങ്ങാനും തല്ലിയെന്ന് അറിഞ്ഞാലേ അതിൻ്റെ പേരിലൊരു പരാതി അസോസിയേഷനിലും ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പോലീസ് ജീപ്പ് മുറ്റത്ത് വന്ന് നിൽക്കും. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് നിരയായിട്ട് വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്ത് അയക്കുള്ളിലായിരിക്കും പിന്നെ ഒക്കത്തിൻ്റെ വാസം. ആ കാഴ്ചയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലോ, അതിനുവേണ്ടി എന്നെ അവിടെ കാത്തു നിൽക്കുന്നത്. സത്യം പറയാലോടി മോള്, ഇപ്പോൾ ജീവിതത്തിലൊരു ത്രില്ലൊക്കെ വന്നത്. ഇത്തരം നാൾ ആറ്റുവശ്ശേരിയിൽ നിൻ്റെ അച്ഛൻ്റെ വേദാന്തവും കേട്ട് ഭക്ഷണം കഴിച്ച് കിടന്നതിലൊക്കെ ഒരു സുഖവും ഇല്ലായിരുന്നു. അവിടെ എന്നെ കാണാൻ വരുന്നവർ സുകുമാരിക്ക് പ്രായമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവരേക്ക് ഇങ്ങനെ മുൾമുനെ നിർത്തുമ്പോഴുണ്ടല്ലോ അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖം തന്നെയാണ്. ഈ സുകുമാരി എന്ന് തുമ്മിയ ഈ കണിമംഗലം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയില്ലേ? അത് തന്നെയാടി എനിക്കും വേണ്ടത്. അന്നേരം പ്രിയങ്ക പറയണേ, സത്യം പറയുള്ളൂ മുത്തശ്ശി, മുത്തശ്ശീനെ അച്ഛനും നാട്ടുകാർക്കും ഒക്കെ ഭയമാണ്. മുത്തശ്ശി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അല്ല മുത്തശ്ശി, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? പിന്നെ അല്ലാതെ അടുക്കള മുഴുവൻ നമുക്കായി തുറന്നിട്ടിരിക്കുമല്ലേ? ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം, അതിനുശേഷം ഇവിടെയുള്ളവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കാം. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, ആ നീക്കങ്ങൾ ഒളിച്ചു മറിഞ്ഞ് വായിച്ച് ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ആ കാൽപ്പന ഉർവശിയൊക്കെ, പക്ഷേ രണ്ടിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അത് ശരിയാ. എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് രണ്ടിരുട്ടും നല്ലൊരു കലക്കമ്പാന തന്നെ കൊടുക്കണം. നമ്മുടെ കൂടെ നിൽക്കുകയെന്നും പറയും, എന്നിട്ട് നമുക്ക് ദ്രോഹം ചെയ്യും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നീ വാ, ആദ്യം നമുക്ക് എപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അടുക്കളയിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും ജയഭാരതിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഈ അസോസിയേഷനിലുള്ളവർക്ക് നമ്മുടെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമൊക്കെ ഉണ്ടോ? അവർ നമ്മളെ ചോദ്യം ചെയ്ത രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ മോളെ, ഈ കണിമംഗലം കുടുംബത്തെ കാണുമ്പോൾ ബഹുമാനത്തോടുകൂടി നിൽക്കുന്നവർ ഉള്ളിൽ ശരിക്കും അത്തരത്തിലൊരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതെന്നാണോ? ഒക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ വീഴ്ച കാണാൻ കാത്തു നിൽക്കുന്നവർ തന്നെയാണ്. അതിനുള്ള അവസരം വന്നപ്പോൾ അവരത് വേണ്ട രീതിയിൽ പ്രയോഗിച്ചു. പിന്നെ ഒരു രണ്ട് പെണ്ണുങ്ങളെ വീട്ടിൽ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുവാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോൾ രക്ഷിക്കാൻ വരുന്നവർക്ക് ഒരു വീരപരിവേഷമല്ലേ? അവരതുകൊണ്ട് തന്നെ കിട്ടിയ റോള് ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. അന്നേരം വരുൺ പറയണേ, എന്ത് വേഷം കെട്ടുകളുടെ പേരിലാണെങ്കിലും ശരി, അച്ഛനെ ഇങ്ങനെ ആൾക്കാരെ ഒന്ന് അപമാനിക്കുന്നത് എനിക്ക് കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല മുത്തശ്ശി. അച്ഛൻ അവർക്ക് മുമ്പിൽ തലതാഴ്ത്തി നിന്നപ്പോൾ എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചെന്നറിയോ? ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അന്നേരം ജയഭാരതി പറയണേ, സത്യം പറഞ്ഞാൽ അവർ നമ്മളെ ഈ നാട്ടുകാരെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ലാത്തവളല്ലേ? ബുദ്ധിസ്ഥിരതയില്ല എന്നും പറഞ്ഞ് അഭിനയിച്ച് എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം രാധിക ചോദിക്കണേ, മുത്തശ്ശി, അവരുടെ ഈ കള്ളക്കളികളും അഭിനയമൊക്കെ നമുക്ക് നിർത്തണ്ടേ? അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്. ഇന്ന് വന്ന അസോസിയേഷൻകാരുടെ മുമ്പിലും പ്രിയങ്കയ്ക്ക് തലക്ക് സ്ഥിരതയില്ലെന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം നമുക്ക് അത് തന്നെ ആയുധ നോക്കാം. മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയുണ്ട്, ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. രണ്ടുപേരും വാ. പിന്നീട് മുത്തശ്ശി തൻ്റെ പ്ലാൻ
പത്മിനിയോടും വരുണിനോടും രാധികയോടും ഒക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ പ്ലാൻ കേട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ് രാധികയും വരുണും പത്മിനിയൊക്കെ. അന്നേരം അതെല്ലാം പറഞ്ഞിട്ട് ജയഭാരതി പറയണേ, അത് പത്മിനി, ഇക്കാര്യം നീ തന്നെ അവതരിപ്പിച്ചാൽ മതി. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ. അന്നേരം സുകുമാരി ചോദിക്കണേ, അല്ല എന്തിനാ നിങ്ങൾ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? അന്നേരം പത്മിനി പറയണേ, അസോസിയേഷൻകാരെ ഞങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് കൂടി വിളിച്ചിരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് പ്രിയങ്കയുടെ കാര്യത്തിൽ. അത് നന്നായി, അല്ലെങ്കിലും അവർക്കെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ കുറച്ച് അലിവും ചിന്തയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കോ അതില്ല എന്നൊക്കെ സുകുമാരി പറയുവാണ് കേട്ടോ. ഈ സമയം പത്മിനി പറയണേ, എന്താണെങ്കിലും ഞങ്ങളും ആ കാര്യം ഗൗരവമായിട്ട് തന്നെ ആലോചിക്കാൻ തീരുമാനിച്ചു. പരമേശ്വരേട്ടനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയങ്കക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. ഈ സമയം ജയഭാരതി പറയണേ, അല്ല സുകുമാരി, നിങ്ങൾ പ്രിയങ്കയ്ക്ക് വേണ്ട ചികിത്സയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അവൾക്ക് ബുദ്ധിസ്ഥിരതയില്ലാത്തതല്ലേ, അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണുകയും അങ്ങനെയുള്ള ചികിത്സകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരം കാര്യങ്ങളൊന്നും വേണ്ട, പകരം ദൈവത്തിൽ ആശ്രയിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇത്തരം അസുഖമുള്ളവരെയൊക്കെ കൊണ്ടുപോയി അവരുടെ അസുഖമൊക്കെ മാറാനായിട്ട് ഒരു പ്രത്യേകതര ക്ഷേത്രമുണ്ട്, കടമനാട്ട് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടുപോയി വഴിപാടുകൾ കഴിപ്പിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അത് കേട്ടിട്ട് സുകുമാരിയമ്മ പറയണേ, അയ്യോ അങ്ങോട്ടൊന്നും എൻ്റെ കൊച്ചിനെ ഞാൻ വിടില്ല. അതെ, ശരീരത്തിൽ ബാധ കയറിയവരെയും അങ്ങനെയുള്ളവരെയൊക്കെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ സുകുമാരിയുടെ ആര് പറഞ്ഞു? മനസ്സിൽ സ്ഥിരതയില്ലാത്തവരെയും അവിടെ തന്നെ ചികിത്സിക്കാറുണ്ടെന്നേ, അവരുടെയൊക്കെ അസുഖം മാറിയതായിട്ടും കുറേ പേര് കേട്ട് പരിചയമുണ്ട്. അന്നേരം സുകുമാരി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഞാൻ പ്രിയങ്ക മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവില്ല. മുത്തശ്ശി, എനിക്ക് ഒരിടത്തും പോകണ്ട എന്ന് പ്രിയങ്കയും പറയുക. അന്നേരം രാധിക പറയണേ, എന്താ മുത്തശ്ശി ഇതൊക്കെ, നമുക്ക് നമ്മുടെ പ്രിയങ്കയുടെ അസുഖമൊക്കെ മാറ്റി അവളെ പഴയ പോലെ ആക്കണ്ടേ. പ്രിയങ്കി, നീ വിഷമിക്കൊന്നും വേണ്ട, അവിടെ പിയും ബലൂണും എല്ലാം ഉണ്ടാവും. എന്നാലേ സുകുമാരി അങ്ങോട്ടേക്ക് പോകണ്ട എന്നൊക്കെ പറയുവാണ്. അന്നേരം പറയണേ, നിങ്ങളിതെന്തൊക്കെയാണ് പറയുന്നത്? ഇത്ര നേരം ഞങ്ങൾ പ്രിയങ്കയുടെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണല്ലോ പരാതി. അങ്ങനെ പറഞ്ഞാലോ നിങ്ങൾ ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ നാണം കെടുത്തിയത്. അസോസിയേഷൻകാർ വന്നപ്പോഴും അത് പരാതിയായിട്ട് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതും കുറ്റമായോ? അന്നേരം ജയഭാരതമ്മ പറയുന്നുണ്ട്, എന്താണെങ്കിലും ശരി സുകുമാരി, സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ പ്രിയങ്കയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ എങ്ങനെയും അവളവിടെ എത്തിച്ചിരിക്കും. അങ്ങനെ അവരുടെ വാക്കുകളൊക്കെ കേട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ് സുകുമാരിയും പ്രിയങ്കയും. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്